ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്നത് മലയാള സിനിമയുടെ 5ാമത്തെ പാർട്ടാണ്. ഇന്ന് പഠിക്കുന്നത് 2025 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് പഠിക്കുന്നത്. മികച്ച നടൻ മമ്മൂട്ടി, ചിത്രം ഭ്രമയുഗം. നടി ഷംല ഹംസ, ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. അപ്പോൾ മികച്ച നടൻ മമ്മൂട്ടി, ചിത്രം ഭ്രമയുഗം. മികച്ച നടി ഷംല ഹംസ, ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായകൻ ചിദംബരം, ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. മഞ്ഞുമ്മൽ ബോയ്സ് തന്നെയാണ് മികച്ച ചിത്രമായിട്ടുള്ളത്. മികച്ച രണ്ടാമത് ചിത്രം ഫെമിനിച്ചി ഫാത്തിമയാണ്. ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിൻ്റെ അവാർഡ് ലഭിച്ചത് പ്രേമലുവിനാണ്. സംവിധാനം ഗിരീഷ് AD. മികച്ച സ്വഭാവ നടന്മാർ രണ്ടുപേരുണ്ട്. സൗബിൻ ഷാഹിറുണ്ട്, സിദ്ധാർത്ഥ് ഭരതനുമുണ്ട്. സൗബിൻ ഷാഹിറിന് മഞ്ഞുമ്മൽ ബോയ്സിന് വേണ്ടിയിട്ടും സിദ്ധാർത്ഥ് ഭരതൻ ഭ്രമയുഗത്തിന് വേണ്ടിയിട്ടുമാണ് മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് പങ്കിട്ടത്. സ്വഭാവ നടി ലിജോ മോൾ ജോസ്, ചിത്രം നടന്ന സംഭവം. ലിജോ മോൾ ജോസ്, ചിത്രം നടന്ന സംഭവം. മികച്ച ഗാനരചയിതാവ് വേടനാണ്. അത് മഞ്ഞുമ്മൽ ബോയ്സിലെ കുതന്ത്രം എന്നുള്ള ഗാനത്തിനാണ്. മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം, ചിത്രം ബൊഗെയിൻ വില്ല. അപ്പോൾ ബൊഗെയിൻ വില്ലയിലെ സംഗീതത്തിന് സുഷിൻ ശ്യാമിനാണ് മികച്ച സംഗീത സംവിധാനത്തിനുള്ള അവാർഡ് കിട്ടിയത്. പശ്ചാത്തല സംഗീതത്തിനുള്ള അവാർഡ് കിട്ടിയത് ക്രിസ്റ്റോ സേവ്യറിനാണ്. അതും ഭ്രമയുഗമാണ്. മികച്ച നവാഗത പുതിയ സംവിധായകൻ എന്നുള്ളത് ഫാസിൽ മുഹമ്മദ്, ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് 3 അവാർഡായി. ഇപ്പോൾ തന്നെ ഏതൊക്കെയാണ്? ഒന്ന് മികച്ച നടിയായി, പിന്നെ രണ്ടാമത്തെ ചിത്രം ഇപ്പോൾ മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. മികച്ച പിന്നണി ഗായകൻ KS ഹരിശങ്കർ. ഗാനം കിളിയെ, ചിത്രം AR. പിന്നണി ഗായിക സെബ ടോമിയാണ്. അത് എന്നുള്ള ചിത്രത്തിലെ ആരാരും കേറിടാത്തൊരു ചില്ലയിൽ എന്ന ഗാനത്തിൽ സെബ ടോമിക്കാണ് മികച്ച പിന്നണി ഗായിക്കുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച ഛായാഗ്രാഹകൻ ഷൈജു ഖാലിദ്, ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച ശബ്ദമിശ്രണം ഫസലെ ബക്കർ, ഷിജിൻ മെൽവിൻ ഹട്ടർ. ഫസലെ ബക്കർ, ഷിജിൻ മെൽവിൻ ഹട്ടർക്കാണ് മികച്ച ശബ്ദമിശ്രണത്തിൻ്റെ അവാർഡ് ലഭിച്ചത്. സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക അവാർഡ് ലഭിച്ചത് പായൽ കബാഡിയയ്ക്കാണ്. അത് ചിത്രം പ്രഭയായി നയിച്ചതെല്ലാം. അത് പായൽ കബാഡിയ എന്ന സംവിധായിക്കാണ് ലഭിച്ചത്. ടൊവിനോ തോമസ്, ആസിഫ് അലി, ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ എന്നിവർക്ക് അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു. അപ്പം ടൊവിനോ തോമസ് ARMന് വേണ്ടിയിട്ട്, ആസിഫ് അലിക്ക് കിഷ്കിന്ധാഖണ്ഡം, ജ്യോതിർമയ്ക്ക് ബൊഗെയിൻ വില്ല, ദർശന രാജേന്ദ്രന് പാരഡൈസ് എന്നിങ്ങനെ സിനിമയ്ക്ക് അവർക്ക് അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു. ഇതിനകത്തൊരു ഒരു വിവാദം ഉണ്ടായത് നമുക്കറിയാം. മികച്ച കുട്ടികളുടെ ചിത്രം, മികച്ച ബാലതാരം എന്നുള്ള വിഭാഗങ്ങളിൽ അവാർഡ് നൽകിയിട്ടില്ല. അതിന് പറ്റിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള ചിത്രങ്ങൾ കണ്ടില്ല എന്നുള്ള ഒരു വിവാദപരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. ജൂറിയുടെ അധ്യക്ഷൻ പ്രകാശ് രാജായിരുന്നു. അതന്ന് ഒരുപാട് ചർച്ചയായ ഒരു കാര്യമാണ്. അപ്പം കുട്ടികളുടെ ചിത്രം, മികച്ച ബാലതാരം എന്നുള്ള അവാർഡുകളൊന്നും അന്ന് പരിഗണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പ്രകാശ് രാജ് ജൂറി അധ്യക്ഷനായിട്ടുള്ള ഈ 2025 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ് നമ്മൾ സംസാരിച്ചത്. മികച്ച നടൻ മമ്മൂട്ടി, മികച്ച നടി ഷംല ഹംസ, സംവിധായകൻ ചിദംബരം, മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. ഓക്കെ.